നമ്മുടെ പ്രിയപ്പെട്ട സാജിദ് ഇല്ലെങ്കിൽ നമ്മുടെ 91 ബാച്ചില്ല. നീ ഇതിനെ പ്രസവിച്ച കുട്ടിയെ പരിപാലിക്കാന്ന് പറഞ്ഞ പാലൂട്ടി വളർത്തുക എന്നൊരു ലക്ഷ്യം നിർവഹിച്ചത് സാജിദില്ല എങ്കിൽ ഈ പ്രോഗ്രാം അതായത് 91 ബാച്ച് ഒരിക്കലും കണ്ടിന്യൂ ആവില്ല എന്ന് ഞാൻ ആണയിട്ട് പറയുന്നു. സാജിദാണ് നെടുന്തോണ് നട്ടല് എല്ലാം അപ്പൊ അവന് വേണ്ടി ഇതിനെ പ്രസവിച്ചാണ് നീയാണ് ആയിക്കോട്ടെ. പക്ഷെ സാജിദാണ് ഈ പ്രോഗ്രാം ആവട്ടെ നമ്മുടെ 91 ബാച്ച് ആവട്ടെ അത് കൊണ്ടുപോകണത് എന്നത് ഉറപ്പിച്ച് പറയുന്നു അല്ലേ. സിനിമ എന്താ പറയുന്നത് 91 ബാച്ചിന്റെ 91 ബാച്ചിലെ പിന്നെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നിലനിൽക്കുകയാണ്. മറ്റൊരു ഗ്രൂപ്പിനും മറ്റൊരു ബാച്ചിനും അവകാശപ്പെടാനില്ലാത്ത ഗ്രൂപ്പിസമില്ലാത്ത ഇനി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു ടേബിളിന് മുകളിൽ തീർക്കാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക്. ഇനി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ പല ആളുകളുടേതും പലതും പിരിച്ചുവിട്ടു. നമ്മളുടേതൊന്നും ഇതുവരെയും ഒന്നും ആയിട്ടില്ല. എല്ലാവരും സജീവമായിട്ട് പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് നമ്മളുടെ എന്താ പറയുക ആളുകളെ സഹായിക്കാനുള്ള താല്പര്യം ഇത്തരം കാര്യങ്ങളാകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് എന്താടാ പുതുമണവാള നീ ഇങ്ങനെ വൈകുന്നത്? പുതുമണവാളൻ എന്താ വൈകിയത്? മഴയൊക്കെ ഈ ഗ്രൂപ്പ് കൊണ്ടുപോകാൻ വേണ്ടി വളരെയധികം സമയം ചെലവഴിക്കുന്നതും നമ്മുടെ ഗ്രൂപ്പിനെ കോർഡിനേറ്റ് ചെയ്യുന്ന വ്യക്തി അത് സാധ്യതയാണ്. ഞാൻ നിങ്ങളോട് പറയുന്ന സാധ്യത അടിപൊളി കഴിവിലേക്ക് കാരണം സാധ്യത ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ഉണ്ടാവുന്നത്. ഞാൻ 4 ദിവസം മുമ്പ് ഞാൻ സവാദിക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വലിയ സവാദൊന്നും ഗ്രൂപ്പിൻ്റെ എല്ലാമായ സക്കീന പറയും 91 ബാച്ചിൻ്റെ സംഘമാണ് ഇപ്പോൾ ഇന്ന് നടക്കുന്നത്. അതിനുവേണ്ടി എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. പിന്നെ വളരെ സന്തോഷം. 91 ബാച്ചിൻ്റെ ഭാഗമായതിൽ അഭിമാനിക്കുന്നു. എനിക്ക് അവൾ ഫോണിലാണ്. നല്ല സന്തോഷമാണ്. നല്ല സന്തോഷമുണ്ട്. എല്ലാവരെയും കാണാൻ പറ്റിയല്ലേ. ഇതുണ്ടോ എൻ്റെ പേരക്കുട്ടിയാ. സംഗമം നടത്തുന്ന നല്ല സന്തോഷമാണ്. എല്ലാവരെയും കാണാമല്ലോ. സന്തോഷമായി. നമ്മൾ വീണ്ടും ഒത്തുകൂടുകയാണ്. കലീലിൻ്റെ വളരെ ശക്തമായ ഡോക്യുമെൻറ്റേഷൻ പരിപാടികൾ, ഇതിൻ്റെ വീഡിയോകളൊക്കെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇപ്പോഴും ശക്തമായി തുടരുന്നുണ്ട്. ഇവനെപ്പോലുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത്. ഓർമ്മകളാണ് നമ്മുടെ കരുത്ത്. എല്ലാ രീതിയിലും നമ്മൾ ഏതായാലും ഈ പരിപാടിയിൽ നമ്മൾ വളരെ ശക്തമായിട്ടുണ്ടാകും, മുന്നോട്ട് പോകും. പല പരിപാടികളും ഞാനും കലീൽ നടത്തുന്നതാണ്. പക്ഷേ ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും അല്ലേ, ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പരിപാടി ഇതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പരിപാടിയുടെ ശക്തി ഈ ഡോക്യുമെന്റേഷൻ പരിപാടികളാണ്. അതിൽ കലീലിന് എല്ലാവിധ ആശംസകളും. ഓക്കെ, അത് ഇനിയും തുടർന്നു കൊണ്ടുപോകണം. അതിനെല്ലാവരുടെയും സഹായം വേണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ സാധിക്കുന്ന കാര്യം പറഞ്ഞു. സാധി, സോഫിയ, പിന്നെ ഇപ്പോൾ അഷ്കറാവട്ടെ, മറ്റേ ഭർത്തക്കുള്ളയാവട്ടെ, ഇവരൊക്കെ ചെയ്യുന്ന സേവനങ്ങൾ നമുക്ക് I would like to invite you to the stage. Okay.
ഓക്കെ, വെൽക്കം. എല്ലാവരും ഹാപ്പി അല്ലേ? എന്നെല്ലാവരും പരസ്പരം നിക്കിളിപ്പെടുത്തുമോ? നിക്കിളിപ്പെടുത്ത്. ഇന്നിവിടെ നമുക്ക് എത്ര വയസ്സാണ് തോന്നുന്നത്? എത്ര വയസ്സാണ് നമുക്ക് തോന്നുന്നത്? എത്ര? 16. 16 തോന്നുന്നതൊക്കെ ഒന്ന് കൈവക്കോ. ഇക്കിളിപ്പെടുത്തു. മസിൽ പിടിച്ചിരിക്കാതെ ഇക്കിളിപ്പെടുത്തു. നമുക്ക് വേണ്ടത് ഇതാണ്. നമ്മൾ കുറേ എവല്യൂഷൻ സംഭവിച്ച് മുതിർന്നപ്പോൾ നമ്മുടെ തലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ആയി മുന്നോട്ട് പോവുകയാണ്. എന്തോ പ്രശ്നമോ പ്രതിസന്ധിയോ നമുക്കുണ്ടോ? ഉണ്ടോ? ഇതാ സിസ്റ്ററാണ്, മെഡിക്കൽ കോളേജിലെ പ്രശസ്തയായ സിസ്റ്ററാണ്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഷൈജു എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഷബീർ എന്താ പ്രശ്നമുണ്ടോ? പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലല്ല, നമ്മുടെ ചിന്തകളിലാണ്. നമ്മുടെ ചിന്തകളിലല്ലേ? അല്ലേ? നമ്മുടെ ചിന്തയും നമ്മുടെ ശരീരവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. ചിന്ത എന്ന് പറഞ്ഞാൽ വെറും വാക്കുകളാണ്. നമ്മളെ തലയിലൂടെ ഇങ്ങനെ അരങ്ങേറുന്ന വെറും വാക്കുകളാണ്. നിങ്ങൾ പറയും ജീവിതത്തിൽ അത്ര പ്രശ്നമാണ്, ഇത്ര പ്രശ്നമാണ്, കുട്ടികളുടെ പ്രശ്നമാണ്, മറ്റേ പ്രശ്നമാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ കുട്ടികളുടെ പ്രശ്നത്തെ നിങ്ങൾ സ്വയം ഏറ്റെടുക്കുന്നത്? നിങ്ങളെ കുട്ടി വേറൊരു വ്യക്തിയാണ്, നിങ്ങൾ വേറൊരു വ്യക്തിയാണ്. ആണോ? അല്ലേ? ആണ്. കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് രക്ഷിതാക്കൾ എൻ്റെ കുട്ടിക്ക് എത്ര പ്രശ്നം? കുട്ടി അവിടെ സന്തോഷിച്ചിരിക്കുമ്പം ഇവിടെ അമ്മമാരെന്താ ചെയ്യുക? അയ്യോ എൻ്റെ കുട്ടിക്ക് എന്തോ പറ്റിയോ എന്ന് ബേജാറാവും. പ്രശ്നം കുട്ടീനാണോ? കുട്ടി അവിടെ എൻജോയ് ചെയ്യായിരിക്കും. വല്ല വാട്ടർ തീം പാർക്കിലോ മറ്റെവിടെയോ ഉപയോഗിച്ച് എൻജോയ് ചെയ്യുമ്പോൾ അമ്മ അവിടെ നിന്ന് വിചാരിക്കുക എനിക്കെന്തോ പ്രശ്നമാണ്. അപ്പം നമ്മുടെ പ്രശ്നം നമ്മുടെ ചിന്തകളാണ്. നമ്മളെ ചിന്തകളാണ് അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അസ്കർ ഭായി 3 ടെക്നിക്ക് 3 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. ഓക്കെ? ഉദാഹരണത്തിന് നിങ്ങളുടെ ജീവിതത്തെ ഒരു ബസ്സായി ഉപമിക്കാം. ഒരു നിമിഷം ഒരു ബസ്സായി ഉപമിക്കും. ഒരു ബസ്സായിട്ട് നിങ്ങളുടെ ജീവിതത്തെ ഉപമിക്കാം. ആ ബസ്സിലെ ഓരോ ചെയറിലും സീറ്റിലും ഓരോരോ ചിന്തകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ബസ് സ്റ്റോപ്പിലെടുത്ത് ഒരു ചിന്ത കടന്നു വരുന്നു, അടുത്ത ചിന്ത വരുന്നു, അടുത്ത ബസ് സ്റ്റോപ്പിലെടുത്തും അടുത്ത വരുന്നു, അടുത്തതിൽ ഇറങ്ങിപ്പോകുന്നു അല്ലേ? അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തൊന്ന് കണ്ടു നോക്ക് അല്ലേ? ആ ചിന്തകളും നമ്മുടെ ജീവിതവും തമ്മിൽ ബന്ധമല്ല. നമ്മൾ നമ്മളെ ജീവിതത്തെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഉണ്ടോ? ഇല്ലേ? അതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? ഈ ചിന്തകളെ എൻ്റെ പ്രശ്നമാണെന്ന് വ്യാഖ്യാനിക്കുമ്പം അതൊരു വികാരമാവും. ഈ വികാരം നമ്മുടെ ശരീരത്തിൽ നിന്ന് വരുന്നതാണ്. ഈ വികാരം വന്നു കഴിഞ്ഞാൽ, സമ്മർദ്ദത്തിൻ്റെ ഒരു വികാരം വന്നാൽ പോലും നമുക്ക് ഹൃദയാഘാതം വരാനുള്ള ചാൻസ് കൂടുമല്ലേ? സിസ്റ്റർ എന്താ പറയുന്നത്? കൂടും. ഒരു ദിവസം നിങ്ങൾ 5 മിനിറ്റ് വാർത്ത കണ്ടു നിന്നാൽ പോലും മുജീബേ സോറി 5 മിനിറ്റ് വാർത്ത കണ്ടാൽ പോലും ആ പ്രശ്നവും പ്രതിസന്ധിയും നിങ്ങളെ ശരീരത്തിലേക്ക് കുത്തിയെടുക്കുന്ന കടാര പോലെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കുക. ചിന്തകൾ ഇങ്ങനെ എന്താണ്? നിങ്ങളെ ബസ്സിൽ, ജീവിതം എന്ന ബസ്സിൽ കയറി വരുന്ന സീറ്റിലേക്ക് കയറി വരുന്നതിന് കാണാം. പിന്നെ രണ്ടാമതൊരു പോയിന്റോടെ പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തെ ഒരു പുഴയായി ചിന്തിക്കാം. ആ പുഴയിലൂടെ കുറേ ഇലകൾ ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. ഇലകൾ. ആ ഇലകളിൽ ഓരോ ഇലകളിലും ഓരോ ചിന്തകൾ. ഓക്കെ? ആ ചിന്തകളെ നിങ്ങൾ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കാണുക മാത്രം ചെയ്യുന്നു. ഓക്കെ? ഏതായാലും ഇതാ ഒരു മിനിറ്റ് കൂടി. ഓക്കെ? 1 മിനിറ്റ് പറയാണ്. നമ്മളുടെ സ്നേഹം അത് എന്നും നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഒരു നിമിഷം ഒന്ന് കണ്ണടക്കാം. നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ശരീരം മുഴുവനും വ്യാപിക്കുന്നതായി ചിന്തിക്കാം. എന്നിട്ട് നിങ്ങളുടെ സ്നേഹം നിങ്ങളെ തൊട്ടടുത്ത ആളിലേക്ക് വ്യാപിക്കുന്നതായി ചിന്തിക്കാം. ഈ സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നതായി ചിന്തിക്കാം. നമ്മളെ കലാലയ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച ആ സ്നേഹം അതെന്നും നമ്മോടൊപ്പം ഉണ്ട് അല്ലേ? അത് മൊത്തം സമൂഹം, ഈ ഒരു പ്രപഞ്ചം മുഴുവനും വ്യാപിക്കുന്നതായിട്ട് ചിന്തിക്കാം. ഓക്കെ? ഗുഡ് ലക്ക്. നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും കൂട്ടായ്മയുടെ ഏറ്റവും യെസ്, നമ്മുടെ 91 ബാച്ചിന്റെ ആത്മാവ് രാഷ്ട്രപതി എൻ്റെ പിറകിലുണ്ടെങ്കിലും ആത്മാവ്
നമ്മുടെ പ്രിയപ്പെട്ട സാജിദ് ഇല്ലെങ്കിൽ നമ്മുടെ 91 ബാച്ചില്ല. നീ ഇതിനെ പ്രസവിച്ച കുട്ടിയെ പരിപാലിക്കുക എന്ന് പറഞ്ഞ പാലൂട്ടി വളർത്തുക എന്നൊരു ലക്ഷ്യം നിർവഹിച്ചത് സാധ്യതയില്ല എങ്കിൽ ഈ പ്രോഗ്രാം അതായത് 91 ബാച്ച് ഒരിക്കലും കണ്ടിന്യൂ ആവില്ല എന്ന് ഞാൻ ആണയിട്ട് പറയുന്നു. സാധ്യതയാണ് നെടുന്തോണ് നട്ടല് എല്ലാം അപ്പൊ അവന് വേണ്ടി ഇതിനെ പ്രസവിച്ച ആള് നീയാണ്. ആയിക്കോട്ടെ, പക്ഷെ സാധ്യതയാണ് ഈ പ്രോഗ്രാം ആവട്ടെ നമ്മുടെ 91 ബാച്ച് ആവട്ടെ അത് കൊണ്ടുപോകണത് എന്നത് ഉറപ്പിച്ച് പറയുന്നു അല്ലേ? എന്റെ വാക്ക് പറയാനാണ് നിങ്ങൾ പറഞ്ഞത്. സാജിദ് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിന്റെ നട്ടല്ല. ഷബീർ ഇതിനെ പ്രസവിച്ചു. സോറിയോ, സാജിദ് ഇതിന്റെ നട്ടല്ലാണ്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സാജിദിന് കമ്മിറ്റിയാണിത്. ഓരോ മണിക്കൂറിലും നമ്മുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ സാജിദിനെയാണ്. നമ്മുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട തീർച്ചും അർഹപ്പെട്ട പുതിയ സെക്രട്ടറി. കാണാനൊരു ലുക്കില്ലാന്നേ ഉള്ളൂ. കാണാൻ ലുക്കുണ്ട്, എന്ത് ലുക്ക് കുറവാ, അടിപൊളി ലുക്കല്ല. ഡോക്യുമെന്റ് ആയിട്ടുള്ള ചെക്ക് കഴിഞ്ഞ തവണത്തെ പ്രസിഡന്റ് പുതിയ പ്രസിഡന്റിന് കൈമാറും. ചെക്ക്, ബാക്കിയുള്ള ചെക്ക് ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ബാക്കിയുള്ള ചെക്കാണ് കൊടുക്കുന്നത്. ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ 91 ബാച്ചിൻ്റെ പ്രത്യേകത എന്നാണ്. അതിന് നേതൃത്വം കൊടുത്ത 2 ആൾക്കാരാണിത്. തീർച്ചയായിട്ടും അടുത്ത സംഗമം കൂടുതൽ മനോഹരമാവട്ടെ. പുതിയ ഭാരവാഹികളാണ്. സോഫി എന്ത് പറയുന്നു? വീണ്ടും ട്രഷറർ. ഓ, രണ്ടാം ടേം വീണ്ടും വിജയം. എന്താണ് പുതിയ ഭാരവാഹിത്വം വന്നതിൽ എന്താണ് പറയുന്നത്? അടുത്ത പ്രാവശ്യം അടിച്ചു പൊളിക്കും. അടുത്ത പ്രാവശ്യത്തെ സംഗമം ഒരു ലെവലാകുന്നാണ് പറയുന്നത്. അടിച്ചു പൊളിക്കും. എന്താണ് പുതിയ ഭാരവാഹികൾ എന്തുകൊണ്ടും പ്രാപ്തരായ കഴിവുറ്റ നല്ല ഒരു നേതൃനിരയാണ് ഇപ്പോൾ ഏറ്റെടുത്തത്. പൂർവാധികം ശക്തിയോടുകൂടി ഇതിനെ നയിക്കാൻ അവർ കരുത്തരാണ്. നമ്മൾ പൊളിച്ചെടുക്കും. എല്ലാ പ്രാവശ്യവും ഈ പ്രാവശ്യവും എല്ലാവിധ ആശംസകളും നേരുന്നവർ. അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും തീർച്ചയായിട്ടും അടിച്ചു പൊളിക്കുന്നതാണ്. കാരണം ഈ പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നവരാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യം. ഈ പ്രാവശ്യം വീണ്ടും അവർ തന്നെ ചെയ്യുമെന്നുള്ളതും അറിയാം. അപ്പോൾ അടിപൊളി ഈ പ്രാവശ്യം എല്ലാവിധ ആശംസകളും അവർക്ക് നേരും. വെരി ഗുഡ്. എന്ത് പറയുന്നത്? ആക്സൈറ്റി ഉണ്ട്. ഈ പ്രതീക്ഷ അല്ല, എന്നാലും സന്തോഷം. നറുക്കെടുപ്പെടുക്കുകയാണ്. എന്റെ പേരാവണേ അല്ല, എന്റെ പേരല്ല. ആർക്കാണ് കിട്ടിയത്? ഇത് മൊയ്തീൻ ഷാ ആണ്. കമോൺ. അല്ല, മാറ്റി നടക്കെടുക്കില്ല, നീതി നടപ്പാകണം. നീതി നടപ്പാകണം. കടന്നു വരികയാണ്. നറുക്കെടുക്കാൻ വേണ്ടി സവാദ് കടന്നു കൊണ്ടിരിക്കുകയാണ്. സവാദ് നറുക്കെടുക്കൂ സവാദ്. സാംസങ് മൊബൈൽസിന്റെ സവാദിന്റെ കയ്യിലുള്ള വാച്ച് കണ്ടില്ലേ? സാംസങ്ങിന്റെ അതിഗംഭീരമായ വാച്ചാണ് കിടക്കുന്നത്. ഓനത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഫുട്ബോൾ മത്സരത്തിലെ പ്രകടന മത്സരത്തിലെ വിജയികളെ എന്താണ് ഉദ്ഘാടനം ചെയ്യാണെന്ന് എനിക്ക് ഓർമ്മല്ലേ എന്നോട് വന്നിട്ട്. ഇങ്ങനെ ഒരു കൊല്ലാൻ നിനക്ക് എന്നെ ഏൽപ്പിച്ചാൽ പോരെന്നോ? അങ്ങനെ ഓനെ വിളിക്കണ്ടായിരുന്നു.
ജലീൽ ഇവനെത്തിയിരിക്കുന്നത് വളരെ വൈകിയാണ്. വൈകരുത്. നമ്മുടെ പല സംഗമത്തിലും മോളുടെ സാന്നിധ്യം വളരെ അടിപൊളിയായിരുന്നു. നീ എങ്ങനെ സ്റ്റേജ് മേലെ പറയൂ? എക്സിക്യൂട്ടീവ് മെമ്പറാണോ? എന്താണ് എനിക്ക് എക്സിക്യൂട്ടീവ് മെമ്പർ എന്താണ് എനിക്ക് പറയാനുള്ളത്? പറയൂ. 10B ചങ്ക്സ് ആണ് നമ്മൾ കൂടെ ഉള്ളത്. 10Bക്കാർ ഗിഫ്റ്റ് ഒരു പാട്ട് പാടിക്കാൻ 10Bക്കാർ വരുമ്പോൾ ഒരു പാട്ട് പാടൂ. 10B ഒരു പാട്ട് പാടൂ. 10B ഈ വർഷം സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയാണ്. ഒരു സമ്മാനം കിട്ടിയില്ല. ഗിഫ്റ്റാണ് നമ്മുടെ രാഷ്ട്രപിതാവിനുള്ള ഗിഫ്റ്റ്. ഫുട്ബോൾ പ്രവചന മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുന്ന 3ാം സ്ഥാനം വേൾഡ് കപ്പ് പ്രവചന മത്സരത്തിൽ വളരെ ഇതോടെ മൈക്കുമാറുണ്ട്. ഹംസ വെരി ഗുഡ്. അടക്കപ്പം വരും നടുമുറ്റത്തിരുന്നു കൊണ്ട് ഹഫ്സ ഈ പ്രവചനത്തിൽ വൻ വിജയമാണ് കൈവച്ചിരിക്കുന്നത്. ഒരു ക്ലാപ്പ് കൊടുക്കൂ. എങ്ങനെയാണ് നിങ്ങൾ ഈ പ്രവചനം നടത്തിയത്? പറയൂ. വെരി ഗുഡ്. ഇതാ മനോഹരമായ ഒരു ഗിഫ്റ്റ് ആണ് ഇതിനുള്ളിൽ ഒരുങ്ങിയിരിക്കുന്നത്. ഈ ഗിഫ്റ്റിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സന്തോഷമായി. ഓക്കെ, വെരി ഗുഡ്. സ്ഥാനം പ്രവചിച്ച വെരി ഗുഡ്. താങ്കൾ എങ്ങനെയാണ് പ്രവചനം നടത്തിയത്? മോനെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. മോനും ഞാനും കൂടിയാണ്. വെരി ഗുഡ്. മോനൊരു ക്ലാപ്പ് കൊടുക്കേ. മോനെ വിളിക്കൂ. ആരാണ് മോള്? സക്കീനയുടെ മോൻ വരൂ. വേഗം വരൂ. എങ്ങനെയാണ് ഈ പ്രവചനം നടത്തിയത്? മോനും ഞാനും കൂടിയാണ്. മോനും ഉമ്മയോട് നടത്തിയ പ്രവചനം എങ്ങനെയാണ് ഈ പ്രവചനം നടത്തിയത്? വളരെ മനോഹരമായ പ്രവചനം. ഈ വിജയത്തിൽ ഉമ്മയും മകനും എന്ത് പറയുന്നു? ഒരുപാട് സന്തോഷം. ഓക്കെ, വെരി ഗുഡ്. പല പ്രവചനങ്ങൾ നടത്തി എല്ലാം പരാജയപ്പെട്ട ജലീൽ എന്ത് പറയുന്നു? ഫുട്ബോൾ 2ാം സ്ഥാനം പ്രവചിച്ച് വെരി ഗുഡ്. കിട്ടുന്നുണ്ട്. വരൂ പറയൂ. ഇത് താങ്കളുടെ കഴിവാണോ അതോ മറ്റാരോ പറഞ്ഞു തന്നതാണോ? വീട്ടിൽ പോയതാണ് ഒരു ബന്ധുവിന്റെ മരണം കൊണ്ടുകൊണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് മൊയ്തീൻഷയാണ് സമ്മാനം ഏറ്റുവാങ്ങുന്നത്. സമ്മാനം നൽകുന്നത് 10Cയിലെ നസീമ. മാത്രമല്ല മികച്ച വ്യക്തിത്വങ്ങളിൽ ഒരാളായ നസീമയാണ് സമ്മാനം നൽകുന്നത്. സമ്മാനം നൽകാൻ ക്ഷണിക്കുന്നു. മൊയ്തീൻഷ സമ്മാനം ഏറ്റുവാങ്ങാൻ. മൊയ്തീൻഷ വീണ്ടും സമ്മാനം ഏറ്റുവാങ്ങുകയാണ്. നല്ല ക്ലാസ് കൊടുത്തേ. എന്താണ് ഈ സമ്മാനം കൊടുത്തതിൽ അഭിമാനിക്കുന്നുണ്ടോ? സന്തോഷം. വെരി ഗുഡ്. എന്താണ് ഈ സമ്മാനം മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഏറ്റുവാങ്ങുന്നത്? താരിഖ് പകരമായിട്ടാണ് ഞാൻ ഏറ്റെടുക്കുന്നത്. താരിഖ്, നീ മുത്താണടാ, മുത്ത്. താരിഖിനൊരു ക്ലാപ്പ് കൊടുക്കൂ. നീ പ്രാന്തനെ വിളിച്ചോ മകനെ, ഒരു കുഴപ്പമില്ല. എനിക്ക് തോട്ടിൽ തള്ളിട്ടില്ലേ എന്റെ പാട്ട്? എനിക്ക് ഡാൻസ് ചെയ്യണത് എന്റെ പാട്ട് കിട്ടിയേ പറ്റുള്ളൂ. അടുത്തതായിട്ട് പാട്ടുകളുടെ പ്രളയം. അല്ല എല്ലാരും പള്ളേക്ക് കുറക്കുന്നത്. എന്റെ എന്താ കുറക്കുന്നത്? എക്സസൈസ്. അതാണ് എന്റെ പള്ളക്ക് തീരാനുസരണ ക്ഷീണല്ലടാ. എന്താ കൊറേ ഞാൻ എന്റെ പള്ളനോട് പറഞ്ഞു നോക്കി, ഒന്ന് പോടാ മോനെ ദിനേശാന്ന് പറഞ്ഞു. പക്ഷെ പള്ള അത് കേൾക്കുന്നില്ല. നമുക്ക് പറയാൻ ഞാൻ ഭക്ഷണം കൺട്രോളാണ്, എല്ലാം കൺട്രോളാണ്. പക്ഷെ ഈ യുദ്ധം
പിന്നെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടികൾ ഇഷ്ടം പോലെ വരുന്നതുകൊണ്ട് ഉറക്കം ഇതൊക്കെയാണ് എൻ്റെ ക്ലാസ് പ്രശ്നം. എടുക്കേണ്ടി വരും എനിക്ക്. തീർച്ചയായിട്ടും നിന്റെ ക്ലാസ് സ്വീകരിച്ചിരിക്കുന്നു. അടുത്ത സംഗമം ഞാൻ വരുമ്പം എൻ്റെ ഈ കുടവേറിന് ഞാൻ ആട്ടി ഓടിച്ചിരിക്കും സഹോദരങ്ങളെ, ആട്ടി ഓടിച്ചിരിക്കും. സുകുമാർ അഴീക്കോടിന് ശേഷം പ്രസംഗ കലയുടെ എന്താ പറയാ എന്ന് നീ പിന്നെ പറ, അതിഗായകൻ ഞങ്ങളുടെ അല്ല. നീ ഒരു കാര്യം, ഇന്ന് ഞാൻ ഇവനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിച്ചിട്ടേ ഞാൻ അടക്കുള്ളൂ. ഒരു പാട്ട് പാടുമോ? ഒരു പാട്ട് പാടുമോ? പാട്ട് പാടാൻ എനിക്ക് കഴിയില്ല. സഖി ഒരു പാട്ട് പാടും മുജി. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരനാം പാട്ടുകാരൻ. വെരി ഗുഡ്, മതി മുജി, അത് മതി. പാട്ടിപ്പിക്കും. സ്നേഹം രണ്ടാ കൂടി ഒരു പാട്ട് പാടണോ? പാടി പാടി വേം പാടി. പുതിയ പ്രസിഡന്റ് ഒരുക്കുന്ന മനോഹർ, പഴയ പ്രസിഡന്റ് ഒരുക്കുന്ന അതിമനോഹരമായ ഭക്ഷണ സദ്യ. എന്തിനാ മുത്ത കുറെ കാലമായി കണ്ടിട്ട്. ഇവൻ നമ്മളെ ലാപ്സ് യോഗയുടെ ലൈഫ് ലോങ് ട്രെയിനറാണ്. ഭക്ഷണത്തിന്റെ സെഷൻ റെഡിയാക്കി ഇങ്ങോട്ട് വന്നതാ. വരും. പുതിയ പ്രസിഡന്റും സെക്രട്ടറിയുമാണ് ഇവിടെ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അർഹപ്പെട്ട ഒരു പ്രസിഡന്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും അർഹപ്പെട്ട ഒരു പ്രസിഡന്റിനെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളെ 91 ബാച്ചിന് വേണ്ടി ജീവൻ സെക്രട്ടറിയുമാണ്. എന്താണ് പറയുന്നത് ഈ ഒരു പദവി കിട്ടിയതിനെ? ഞാൻ പറയട്ടെ, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ സെക്രട്ടറി സെക്കൻഡ് ലെവലാണ്. അപ്പോൾ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സെക്രട്ടറി കഴിയും. ഞാൻ ആ സ്ഥാനത്ത് മാത്രം ഇരുന്നാൽ അതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഒരുപാട് നല്ല നല്ല പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 91 ബാച്ചിന് ഏറ്റവും ഉപകാരപ്പെടുന്ന പദ്ധതികൾ ഇൻഷാ അല്ലാഹ് ഈ 2 വർഷങ്ങളിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതിൽ വിജയിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഞങ്ങളോടൊപ്പം സഹകരിക്കുക. തീർച്ചയായും അടുത്ത സംഗമം നമുക്ക് കൂടുതൽ കരുത്തിട്ടതാക്കാം. സംഘം സഹായങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വ്യത്യസ്തമായിട്ട് ഞങ്ങളത് പുരോഗതി കൊണ്ടുവരും. കാരണം നമ്മൾ ഓരോ വർഷം ഉത്തരവാദിത്വം 100% ഞങ്ങൾ പൂർത്തീകരിക്കും. ഓരോ വർഷം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും പിറകോട്ട് പോയി നമ്മുടെ കുട്ടിക്കാലം ആസ്വദിക്കാനുള്ള വലിയൊരു അവസരമാണ് നമ്മളെ 91 ബാച്ച് നമുക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ തന്ന അവസരം പൂർണ്ണമായും ഉത്തരവാദിത്വത്തോടെ സത്യസന്ധമായും നിറവേറ്റുന്ന ഒരു ഉറപ്പ് ഞാൻ കലയിൽ അടുത്ത പ്രാവശ്യം എനിക്ക് തോന്നുന്നു MLA ആവുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ചളിക്കോടിൻ്റെ താരം യൂസുഫ് ഭായ്. ചളിക്കോടിൻ്റെ താരം മാത്രമല്ല, കേരളത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് വളരെ സജീവമായ യൂസുഫ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. മനോഹരമായിട്ടുള്ള ഭക്ഷണം ഒരുങ്ങിയിരിക്കുകയാണ്. അധികം വിഭവങ്ങളുണ്ട്, പക്ഷെ നല്ല രുചിയൂറ വിഭവങ്ങളാണ്. ഇവരൊക്കെ വളരെ ഇതിലിടും മകനെ ഇരിക്കുകയാണ്. 2 കൊണ്ടാട്ടം വിടും മകനെ. നമ്മൾ 2 കൊണ്ടാട്ടം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. യെസ്, താങ്ക് യു. ഉഷാറ് എന്ന് എല്ലാവരും പറയും, പക്ഷേ കഴിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ മന്തി തന്നെ തിരഞ്ഞെടുക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. മന്തി നാടൻ ചോറും സൂപ്പർ. ഞാൻ എന്ത് ചെയ്ത് മന്തിയിൽ ചമ്മന്തി ഇട്ടിട്ടൊരു എക്സ്പീരിയൻസ് നടത്തി നോക്കി. അതാണ് ഏറ്റവും സൂപ്പർ. ഇനി എന്ത് ദയവ് ചെയ്തെങ്കിൽ മന്തിന്റെ കൂടെ ഒരു ചമ്മന്തി കൊടുക്കണം. ഓക്കെ, അതൊരു പുതിയ കോംബോ ആണ്. അടിപൊളി അടിപൊളി തന്നെ, അടിപൊളി, ഒരു രക്ഷയില്ല. എന്റെ ലൊക്കേഷൻ എവിടെയാണ്? ലൊക്കേഷൻ നമ്മളെ WC2 ഓമശ്ശേരി ശാന്തിന് മുമ്പിൽ. ഓ, ഓമശ്ശേരി ശാന്തിന് മുമ്പിൽ. ഓ, ഇത്രയും പ്രിയപ്പെട്ട ഒരു സ്ഥലം. ഞാൻ അവിടെ ഒന്ന് കഴിച്ചിട്ടുണ്ട്. ഞാൻ വന്ന് കഴിച്ചിട്ടുണ്ട്. എന്റെ ഉപ്പപ്പാടെ അഡ്മിറ്റ് ഉള്ള സമയത്ത് ഞാൻ അവിടെ, എനിക്കറിയാം നിന്റേതാണ്. ഞാനും ഇപ്പൊ ഒരു 4 മാസമേ ഉള്ളൂ കൊച്ചിയിൽ. നെടുമ്പാശ്ശേരി അത്താണിക്കല്. നല്ല ഫുഡായിരുന്നു. അവിടെ നമ്മൾ ഫുഡ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് പിന്നെയും അവിടെ നിന്ന് ഓർഡർ ചെയ്തത്. താങ്ക് യു. ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ അമ്മ അവിടെ അഡ്മിറ്റ് ഉണ്ടായിരുന്നുണ്ടോ? ആ സമയത്ത് ഞാൻ അവിടെ വന്ന് കഴിച്ചത്. അത് നിൻ്റെതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നമുക്ക് നമ്മുടെ ബാച്ചിലുണ്ട് ഷെറീജില്ലേ? നല്ല ഫുഡാണ്. ഒരു രക്ഷയില്ല, നല്ലതാണ്. അവിടെ ഞാൻ നീ പറഞ്ഞിട്ടല്ല, ഞാൻ അവിടെ ഇപ്പോഴാണ് അറിയുന്നത് നിൻ്റെതായിരുന്നു. വരുമ്പോൾ ഓക്കെ, താങ്ക് യു.
അതല്ല ഇതിനകത്ത് 2 പപ്പടം എടുക്കാൻ പാടില്ല കേട്ടോ. സവാദ് ഇവിടെ നിന്ന് വീണ്ടും ഭക്ഷണം കഴിക്കുന്നു. രാവിലെ ഫുഡ് കഴിച്ചില്ല. ഞാൻ കഴിച്ചില്ല, സത്യം. ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചില്ല. ഇന്ന് രാത്രി അസ്കറിനെ കാണുന്നില്ല. അസ്കറിനെ കാണുന്നില്ല. പ്രസിഡന്റ് തീറ്റി മുനീബിനൊന്നും കഴിക്കില്ല. നാടൻ ഭക്ഷണം കഴിക്കുന്ന ഷബീറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ് പറ. ഇന്ന് ഭക്ഷണം കൺട്രോൾ ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു. അവസാനം ഇവിടുത്തെ രുചി കൊണ്ട് ഒരുപാട് കഴിച്ചു പോയി. കുഴപ്പമില്ല, ഇന്ന് രാത്രി പട്ടിണി എടുക്കാം. ഫ്രൂട്ട് സലാഡ് തരൂ. വെരി ഗുഡ്. പണ്ട് നമ്മളെ റേഷൻ കട പോലും ഓക്കെ. ശിവ നീ അടപ്രഥമൻ എന്ന് പറയും. അറിയാലോ വെക്കാൻ, ഞാൻ വെച്ചതാ. ഞാനിത് വെച്ചിട്ട് സോഫിയനെ കാണുന്നില്ല. അറിയാം, ആ പ്ലേറ്റ് മാറ്റിയിട്ട് ഒന്ന് നോക്കി നോക്ക്. സോഫിയനെ കാണണം. സോഫിയെ കാണാനില്ല. പ്ലേറ്റ് മാറ്റി. സോഫി നിന്നെ കാണും. മാറ്റി വെക്കൂ. പ്രസിഡന്റ്, ന്യൂ പ്രസിഡന്റ്. കഴിപ്പിക്കൂ. ജലീൽ മോനെ പായസം കൂടി. അല്ല ഏത് പായസം? ഉമ്മച്ചി മരിച്ചിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? 9 മാസമായി. ഓ, അതൊക്കെ വീഡിയോ. എന്ത് പറയുന്നത്? സുഖമായിട്ട് പോകുന്നുണ്ട്. എൻ്റെ ക്ലിനിക്കൊക്കെ എങ്ങനെ? ഓ, കുഴപ്പമില്ല, എല്ലാം ആ റെഡ് കാണിക്കോ. കിട്ടിയോ? വിളിക്കൂ. നമ്മുടെ ഷാജിക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. അവിടെ പിടിച്ചോ. ആർക്കാണ് കലീൽ കൊടുക്കുകയാണ്. അസ്കർ ഭായി. അസ്കർ പിടിയൂ. അങ്ങനെ മനോഹരമായൊരു സമ്മാനം. എനിക്ക് കിട്ടേണ്ട സമ്മാനം നിനക്ക് കിട്ടുകയാണ്. ഇവരെ കാര്യം കുറച്ച് മോള് സ്പേസ് ഒഴിവാക്കി. അങ്ങനെ സമ്മാനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സമ്മാനങ്ങൾ കൊടുക്ക്. നിനക്ക് നീ തന്നെ കൊടുക്ക്. തയ്യാറാക്കി കൊടുത്തിങ്ങാണ്. ഈ ചോദ്യങ്ങൾ തയ്യാറാക്കി കൊടുത്തില്ല. വെരി ഗുഡ്. എല്ലാ ചോദ്യങ്ങൾക്കും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത കുട്ടികളാണ്. വെരി ഗുഡ്. എന്ത് പറയുന്നു ഈ ഗിഫ്റ്റിനെ കുറിച്ച്? എന്താണ് എനിക്ക് ഗിഫ്റ്റിനെ കുറിച്ച്? ഇനി നമ്മൾ ഡാൻസ് കളിക്കാൻ പോവുകയാണ്. എന്റെ കൈമേലൊന്ന് പരിശോധിച്ചിരുന്നു. ഒരു ക്ലാപ്പ് കൊടുക്ക്. പേര് വെക്കുന്ന
എത്രോണ്ട് ആണോ യൂസ് എന്നാ പിടിച്ചോ. ഇത് 10 സമ്മാനം കിട്ടാത്തവർക്കുള്ള സമ്മാനമാണ് ഇവിടെ നടക്കുന്നത്. കിട്ടില്ലെന്ന് പ്രതീക്ഷിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നു. തൊപ്പി നിനക്ക് സമ്മാനം കിട്ടിയില്ല. എനിക്ക് സമ്മാനം കിട്ടിയില്ല. ഞങ്ങൾക്ക് 2 കോടി ഒരു സമ്മാനമാണ്. അതിനുശേഷം കൂടി യാതൊരു വിഷയത്തിൽ വരാതെ വളരെ ഭംഗിയായി നമ്മുടെ പരിപാടി തുടക്കം മുതൽ അവസാനം വരെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് സംഖ്യകൾ ചോദിച്ചിട്ട് കാലഘട്ടത്തിൽ ഒന്നും വാങ്ങാതെ കാലസുഖമായിട്ട് പോയി നമ്മളെ സാഹിത്യ മണിക്കൂറിനെ അടിമുട്ടൽ സേവിക്കാൻ വേണ്ടി അതുപോലെ തെയ്യാറിൽ വന്ന ശ്രദ്ധ എല്ലാവർക്കും ഞങ്ങളെ നെല്ലിയാട് വെച്ചിട്ടൊക്കെ ആർദ്രമായ സന്തോഷം രേഖപ്പെടുത്തി. തീർച്ചയായും ഈ ഒരു പ്രോഗ്രാമിന്റെ മൊത്തം കൺട്രോൾ പോയിന്റ് ശതയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ശത? ഇതിനെക്കുറിച്ച് നിനക്ക് പറയാനുള്ളത്? എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് ഒന്ന് ബോണ്ട് കുറച്ച് ടൈറ്റ് ആവുള്ളൂ. വെരി ഗുഡ്. അപ്പോൾ ഒരു ഫിലോസഫി കൂടി ശതക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. വെരി ഗുഡ്, താങ്ക് യു.
നമ്മളെ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളെ